ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരിഗ്നോൺസ് തിയറമാണ്. വാരിഗ്നോൺസ് തിയറം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായിട്ടുള്ള വാരിഗ്നൺ കൊണ്ടുവന്ന തിയറം ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വരിഗ്നോൺസ് തിയറം എന്നറിയപ്പെടുന്നത്. ഈ തിയറത്തിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്നാണ്. തിയറം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോഴ്സ് മൂലം ഏതെങ്കിലും ഒരു ബോഡിക്ക് ഒരു ഫോഴ്സിന് ആ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയെ നമ്മൾ മൊമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മൂലം ഒരു ബോഡിയിൽ എം എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മൊമെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി തിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ F1 എന്നും F2 എന്ന് പറയുന്ന രണ്ട് കമ്പോണൻ്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഈ F1 മൂലം M1 എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാകുകയും F2 എന്ന് പറയുന്ന ഫോഴ്സ് മൂലം M2 എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ എം എന്ന് പറയുന്നത്, അതായത് ഈ ഫോഴ്സ് എഫ് മൂലം ഉണ്ടാകുന്ന മൊമെൻറ്റ് എം ഏതെങ്കിലും ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന മൊമെൻറ്റ് എം ഏതെങ്കിലും ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്ന ആ മൊമെൻ്റ് എന്ന് പറയുന്നത് അതേ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റുമായിട്ട് F1ഉം F2ഉം മൂലം ഉണ്ടാകുന്ന M1ൻ്റെയും M2ൻ്റെയും ആകെ തുകയായിരിക്കും. ഇതാണ് വാരിഗ്നോൺസ് തിയറം പറയുന്നത്. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കുന്നു. ആ ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എയിൽ നിന്ന് ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കും. ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് രണ്ട് കമ്പോണൻസുകൾ നമ്മൾ എടുക്കും. അത് F1 എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ഏതെങ്കിലും രണ്ട് ഡയറക്ഷനിലോട്ട് രണ്ട് കമ്പോണൻസുകൾ F1 എന്നും F2 എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസുകളായിട്ട് ഈ ഫോഴ്സിനെ തിരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആർബിറ്ററി പോയിന്റ് ഒ എന്ന് പറയുന്ന ഒരു ആർബിറ്ററി പോയിന്റ് എടുക്കുന്നു. ഈ ആർബിറ്ററി പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ടായിരിക്കും നമ്മൾ എഫിൻ്റെ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ആർബിറ്ററി പോയിന്റ് ഒയിൽ നിന്നും ഈ ഒരു ഫോഴ്സ് എഫിലോട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡി. ഇതിനെ നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഈ ആം ഓഫ് ഫോഴ്സാണ് ഡി. ഇനി ഇതുപോലെ F1 എന്ന് പറയുന്ന ഫോഴ്സും F2 എന്ന് പറയുന്ന ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ നിന്നും നമ്മളെടുത്ത ആർബിറ്ററി പോയിന്റിൽ നിന്നും F1ലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ D1 ആയിട്ട് എടുത്തു. അതുപോലെ F2, ഇതാണ് F2. F2വിൻ്റെ നമ്മൾ ആ ലൈൻ ഓഫ് ആക്ഷൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ D2 എന്നെടുത്തു. അപ്പോൾ ഈ F2വിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് F2 ഇൻറ്റു ഈ D2 ആണ്. അപ്പോൾ നമുക്കിവിടെ തെളിയിക്കാനുള്ളത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഈ ഫോഴ്സ് മൂലമുണ്ടാകുന്ന മൊമെൻ്റ് F ഇൻറ്റു D എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള F1ൻ്റെ മൊമെൻ്റ് F1 ഇൻറ്റു D1 അധികം ഈ ഫോഴ്സിൻ്റെ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് F2 ഇൻറ്റു D2. അപ്പം എഫ് ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വാരിഗ്നോൺസ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫോഴ്സ് ഈ ആക്സിസിൽ നിന്നും ഈ ഫോഴ്സിലോട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, F2ഉം ഈ ആക്സിസും തമ്മിലുള്ള ആംഗിൾ θ2, F1ഉം ഈ ആക്സിസും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ θ1 ആയിട്ടും എടുക്കുന്നു. അതുപോലെ ഈ ഓയിൽ നിന്നുള്ള ആക്സിസിലോട്ട് ഈ D1 ഈ ഫോഴ്സിൻ്റെ ഡിയിൽ ഡിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈ ആംഗിൾ തീറ്റ ആയിട്ടും D2ലോട്ടുള്ള ആംഗിൾ θ2 ആയിട്ടും D1ലോട്ടുള്ള ആംഗിളിനെ നമ്മൾ θ1 ആയിട്ടും എടുക്കും. അതുപോലെ ഈ F2ൻ്റെയും F1ൻ്റെയും പോയിൻറ്റുകളും ഈ എഫ് എന്ന് പറയുന്ന ഇതിൻ്റെ പോയിൻറ്റും തമ്മിൽ ബന്ധിപ്പിക്കും. അപ്പോൾ ഇത് ഈ ലൈനിന് പാരലായിരിക്കും ഇത്, ഈ ലൈനിന് പാരലായിരിക്കും ഇത്. അതുപോലെ ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ബന്ധിപ്പിക്കുകയും ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈനും തുല്യമാണ്. അപ്പോൾ ഈ ലൈനിന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ θ2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും θ2 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഈ ഫിഗറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് തെളിയിക്കാൻ പോണത്. അപ്പോൾ ഈ F1ൻ്റെ ഈ അറ്റം ഈ എക്സ് ആക്സിസിലുമായിട്ടും ബന്ധിപ്പിച്ച് അതിൻ്റെ പോയിൻറ്റിന് നമ്മൾ J എന്നും, F1ൻ്റെത്
എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ നമ്മൾ ജി എന്ന് പറയുന്ന പോയിൻ്റ് ആയിട്ടും എഫിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഇ എന്ന് പറയുന്ന പോയിൻ്റ് ആയിട്ടും അടയാളപ്പെടുത്തി. അപ്പം നമ്മൾ ഈ ഫിഗറിൽ എ തൊട്ട് ഇ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എ തൊട്ട് ജി വരെയുള്ള ലെങ്ത് അധികം ജി തൊട്ട് ഇ വരെയുള്ള ലെങ്ത് ആയിരിക്കും. അപ്പം എ ഇ എന്ന് പറയുന്നത് എ ജി പ്ലസ് ജി ഇ ആണ്. ഇവിടെ നമ്മൾ നോക്കി അറിയാം ഈ ജി ഇ എന്ന് പറയുന്ന ലെങ്തും ബി എച്ച് എന്ന് പറയുന്ന ലെങ്ത് സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ ജി ഇയുടെ സ്ഥാനത്ത് ബി എച്ച് എന്ന് കൊടുക്കാം. നമ്മൾ ഈ ബി എച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. ഈ ട്രയാങ്കിളിൻ്റെ നമ്മൾ കോസ് തീറ്റ 2 നമ്മൾ എടുക്കുകയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് സമീപവശം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി എച്ചും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ബി ഡിയുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബി എച്ച് എന്ന് പറയുന്നത് ഈ ബി ഡി ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഡി കോസ് തീറ്റ 2 എന്ന് പറയും കിട്ടും. അപ്പം നമുക്കിവിടെ ഈ ബി എച്ചിൻ്റെ സ്ഥാനത്ത് ബി ഡി കോസ് തീറ്റ 2 എന്ന് നമുക്ക് എടുക്കാം. എ ജി പ്ലസ് ബി ഡി കോസ് തീറ്റ 2. ഇനി നമുക്ക് ഈ ബി ഡി നോക്കിക്കഴിഞ്ഞാൽ ഈ ബി ഡി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നതും സെയിം ആണ്, ഒരേ ലെങ്ത് ആണ്. അപ്പം നമുക്ക് ഈ ബി ഡിയുടെ സ്ഥാനത്ത് എ ജി പ്ലസ് എ സി കോസ് തീറ്റ 2 എന്ന് എഴുതാം. അപ്പം നമുക്ക് എ ഇ ഈക്വൽ ടു എ ജി പ്ലസ് എ സി കോസ് തീറ്റ എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് എ ഇ നോക്കിക്കഴിഞ്ഞാൽ എ ഇ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ തീറ്റ വെച്ചുകൊണ്ട് ഇവിടുത്തെ കോസ് തീറ്റ എടുക്കുകയും അങ്ങനെ വരുമ്പോൾ എ ഇ എന്ന് പറയുന്നത് എ ഡി കോസ് തീറ്റ എന്നായിരിക്കും കിട്ടുന്നത്. അതുപോലെ നമ്മൾ എ ജി എടുക്കുമ്പോൾ അപ്പോൾ എ ജി എന്ന് പറയുന്നത് എ ജി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു റെക്റ്റാങ്കുലർ ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് എ ബി കോസ് തീറ്റ 1 എന്ന് കിട്ടും. എ ബി കോസ് തീറ്റ 1 എ ജിയുടെ സ്ഥാനത്ത്. അതുപോലെ എ സി കോസ് തീറ്റ 2 ഇങ്ങനെ കിട്ടും. എ ഡിയുടെ സ്ഥാനത്ത് എ ഡി എന്ന് പറയുന്നത് ഫോഴ്സ് എഫ് ആണ്, എഫ് ഇൻറ്റു കോസ് തീറ്റ. എ ബി എന്ന് പറയുന്നത് എഫ് 1 എന്ന് പറയുന്ന ഫോഴ്സാണ്, എഫ് 1 ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് എ സി എന്ന് പറയുന്നത് എഫ് 2 ആണ്, എഫ് 2 ഇൻറ്റു കോസ് തീറ്റ 2 ഇങ്ങനെ കിട്ടും. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഒ എ എന്ന് പറയുന്ന ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒ എ എന്ന് പറയുന്ന ലെങ്ത് കൊണ്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു ഒ എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് 1 ഇൻറ്റു ഒ എ കോസ് തീറ്റ 1 പ്ലസ് എഫ് 2 ഇൻറ്റു ഒ എ കോസ് തീറ്റ 2 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ഒ എ കോസ് തീറ്റ ഏതാണെന്ന് നോക്കാം. അപ്പോൾ തീറ്റ വരുന്ന ഈ ഒരു ആംഗിള്, ഈ തീറ്റ വരുന്ന ഈ ആംഗിളുള്ള ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ എടുക്കുമ്പോൾ ഒ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ഡി ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഈ ഒരു ട്രയാംഗിളിൻ്റെ കോസ് തീറ്റ എടുക്കുമ്പോഴത്തേക്കും ഒ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ സൈഡായിരിക്കും, ഡി എന്നായിരിക്കും നമുക്കതിനെ കിട്ടുന്നത്. ഇപ്പോൾ ഒ എ കോസ് തീറ്റ ഡി എന്ന് കിട്ടും. ഇനി ഒ എ കോസ് തീറ്റ 1 ആകുമ്പോഴോ തീറ്റ 1 അടങ്ങിയ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കും. തീറ്റ 1 കൂടിയ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒ എ കോസ് തീറ്റ 1 എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കും, ഡി 1 എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. അപ്പോൾ അത് എഫ് 1 ഇൻറ്റു ഡി 1 ആവും. അതുപോലെ ഒ എ കോസ് തീറ്റ 2, ഒ എ കോസ് തീറ്റ 2 ഈ ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒ എ കോസ് തീറ്റ 2 എന്ന് പറയുന്നത് ഡി 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ വെരിഗൺസ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എഫ് ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു
F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് വാരിഗൺസ് തിയറം പറഞ്ഞിരുന്നത്. അതായത് എഫ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഈ ഫോഴ്സ് മൂലമുണ്ടാകുന്ന മൊമെൻ്റാണ്. അതെന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ കമ്പോണൻസ് F1ഉം F2ഉം ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ ആകെത്തുകയാണ്. O എന്ന് പറയുന്ന ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് തന്നെയാണ് ഈ രണ്ട് ഫോഴ്സും മൊമെൻറ്റും എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തുല്യമായി കിട്ടി. ഇതാണ് വാരിഗൺസ് തിയറം.